അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിനുണ്ടാക്കിയ ബീഫ് വിന്താലുവാണ് ഇന്നത്തെ റെസിപ്പി. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫാണ്, അൺഹെൽത്തിയാണ് അങ്ങനെയൊന്നും കരുതണ്ട, വല്ലപ്പോഴേക്ക് കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 കിലോ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഓൾറെഡി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, കടുക്, പെരിഞ്ചീരകം ഇത് ഇത്രയും ഡ്രൈ റോസ്റ്റ് ചെയ്ത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, 2-3 വറ്റൽമുളക് ഇത് ഇത്രയും ഡ്രൈ റോസ്റ്റ് ചെയ്ത് വിനാഗിരിയിൽ കുതിർത്ത് മാറ്റണം. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുരിങ്ങ മരത്തിൻ്റെ പട്ട ഒരു ചെറിയ കഷ്ണം ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നീളത്തിലരിഞ്ഞ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം, ഒരല്പം കടുക് ഇത്രയും ചേർത്ത് പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ഇനി നേരത്തെ നമ്മൾ വിനാഗിരിയിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത് ഒരു 1/2 മണിക്കൂർ വിനാഗിരിയിൽ കുതിർത്തതിന് ശേഷമാണ് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ അരച്ചെടുത്ത മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും കൂട്ടും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബീഫ് വിന്താലു റെഡിയാവും. ഇന്നുണ്ടാക്കിയാൽ നാളെ കഴിക്കാനാണ് ഈ കറിക്ക് ടേസ്റ്റ്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ വരെയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.